ഗോഡ്സില്ല -1 കഴിഞ്ഞ വർഷം ജപ്പാനിൽ ഇറങ്ങിയപ്പോൾ മുതൽ ഈ പടം ഇന്ത്യയിൽ റിലീസാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇതിന് പിന്നീട് ഓസ്കാർ ഒക്കെ കിട്ടി. പക്ഷെ പടത്തിന് ഇവിടെ തിയേറ്റർ റിലീസ് ഒന്നും ഉണ്ടായില്ല. സത്യത്തിൽ അതൊരു ഭയങ്കര നഷ്ടമാണ് കേട്ടോ. അത് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രമായിരുന്നു ഇത്. സോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗോഡ്സില്ല -1 കുറിച്ച്. സെക്കൻഡ് വേൾഡ് വാറിൽ ഒരു കാമിക്കാസെ പൈലറ്റ് ആയിരുന്നു ഇതിലെ നായകൻ. കാമിക്കാസെ എന്ന് വെച്ചാൽ യുദ്ധസമയത്ത് ജപ്പാനിലെ ഒരു എയർക്രാഫ്റ്റ് ആണിത്. അതിലിങ്ങനെ ഫുൾ സ്ഫോടക വസ്തുക്കളൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഈ പൈലറ്റുമാർ വിമാനത്തിൽ ഡയറക്റ്റ് ശത്രുക്കളുടെ നേരെ ചെന്ന് അറ്റാക്ക് ചെയ്ത് അവരും ചാകും. സോ ഒരുതരം സൂയിസൈഡൽ എനിമി അറ്റാക്ക്. ഈ യുദ്ധത്തിൽ ഒരുവിധം രക്ഷപ്പെട്ടു വന്നതിന് ശേഷമാണ് കൂനിന്മേൽ കുരു പോലെ ഗോഡ്സില്ലയുടെ അറ്റാക്കും കൂടി നമ്മുടെ നായകനും അയാളുടെ കൂടെയുള്ള കുറച്ച് പട്ടാളക്കാർക്കും നേരിടേണ്ടി വരുന്നത്. അതിലും രക്ഷപ്പെട്ടു എങ്കിലും അത് പിന്നീട് അയാൾക്കൊരു മെന്റൽ ട്രോമ തന്നെയായി മാറുകയായിരുന്നു. എങ്ങനെയാണ് അയാൾ പിന്നെ ഈ ഗോഡ്സില്ലയെ നേരിട്ടത് എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയാം. പടത്തിന്റെ പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഈ ബഡ്ജറ്റിൽ ഇജാതി VFX ഉള്ള ഒരു പടം. ഇതിന്റെ ബഡ്ജറ്റ് ഏകദേശം ഒരു 100-120 കോടി എങ്ങാണ്ടാണ് ഉള്ളത്. ഇവിടുത്തെ പാൻ ഇന്ത്യൻ പടങ്ങളൊന്നും ഈ ബഡ്ജറ്റിൽ തീരുകയില്ലെന്ന് ഓർക്കണേ. അത് വെച്ചിട്ട് ഓസ്കാർ നേടുകയും ചെയ്തു. അത് തന്നെയാണ് പടത്തിന്റെ മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കഥയിൽ ഗോഡ്സില്ലയെ ചെറുക്കാനായിട്ട് അവരുടെ ആ ഒരു പ്ലാൻ ആൻഡ് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയൊക്കെ കിടുവായിരുന്നു. അവസാനത്തെ ഒരു 35 മിനിറ്റ് നമ്മളൊരു സീറ്റ് എഡ്ജ് ത്രില്ലർ അനുഭവത്തിലാണ് പടം കണ്ടു തീർക്കുക. കടലിലുള്ള VFXും മികച്ചതാണ്. പിന്നെ ഇതൊരു വെറും മോൺസ്റ്റർ മൂവി അല്ലെങ്കിൽ ഒരു ഗോഡ്സില്ല മൂവി എന്നതിനപ്പുറം ഒരു ബ്യൂട്ടിഫുൾ ഇമോഷണൽ ഡ്രാമ കൂടിയാണ്. ഇമോഷണലി നമുക്ക് നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇതിന്റെ ഇമോഷണൽ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആ ഒരു ഫാമിലി പാർട്ട്, ഫാമിലി എന്ന് പോലും പറയാൻ പറ്റില്ല, പക്ഷെ അതാണ് ഫാമിലി. അത് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ സ്ക്രിപ്റ്റിലെ ബീറ്റ്സ് ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ അഭിനയിച്ച എല്ലാവരുടെയും മികച്ച പെർഫോമൻസ്, പ്രത്യേകിച്ച് നായകൻ, നായിക, ആ കുഞ്ഞു കുട്ടി, പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ പ്രതിരോധ ടീമിലെ അംഗങ്ങൾ എല്ലാവരും, അങ്ങനെ ഓരോരുത്തരുടെയും വളരെ നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. വളരെ നൈസായിട്ട്, ചിലപ്പോൾ ഉണ്ടെന്ന് പോലും തോന്നാത്ത വിധത്തിലുള്ള BGM, കിണ്ണം കാച്ചി ക്യാമറ വർക്ക്, മികച്ച എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈനിങ്, അങ്ങനെ ടെക്നിക്കലി ടോപ്പ് നോച്ച് കൂടിയാണ് ഗോഡ്സില്ല -1. സംവിധായകൻ ടകാഷി യമസാക്കി ഓരോ ചെറിയ ഡീറ്റെയിൽസിനൊക്കെ കൊടുത്തിരിക്കുന്ന ശ്രദ്ധയും എടുത്തു തന്നെ പറയണം. ഇനി പടത്തിന് നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച വിഷ്വൽ ഇഫക്ട്സ് ഒക്കെ ആണെങ്കിലും VFXനുള്ള ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയെങ്കിലും എനിക്ക് ഇതിലെ ഗോഡ്സിലെ പലയിടങ്ങളിലും കാണുമ്പോൾ ഒരു ജീവനില്ലാത്ത പോലെ, മീൻസ് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന ഒരു ഫീല് തോന്നുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. തോന്നിയെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. സോ ഞാൻ ഈ പടത്തിന് 4.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകും. കാണാത്തവരുണ്ടെങ്കിൽ പടം കണ്ടു നോക്കുക. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. പിന്നെ ഈ സിനിമ കാണാൻ വേണ്ടി പഴയ എല്ലാ ഗോഡ്സില്ല ചിത്രങ്ങളും കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സത്യത്തിൽ ഞാൻ കൊച്ചിലെ ഒരു 98 മറ്റോ ഗോഡ്സില്ല എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു കഥ എന്ന രീതിയിൽ നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും.